പ്രിയ വാർത്തയിലേക്കാണ്. ആലപ്പുഴ ചേർത്തല ആയിഷ തിരോധാന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കേസിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമായതോടെയാണ് ചേർത്തല SHOയുടെ നേതൃത്വത്തിൽ 9 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, ആയിഷ തിരോധാന കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാം നടപടികളിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക? ഏത് രീതിയിലായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുക? കാർത്തു, ബിന്ദു പത്മനാഭൻ, ആയിഷ, ജൈനമ്മ എന്നീ 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ആയിഷയ്ക്കെതിരെയുള്ള ആയിഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആയിഷയെ 2012 കാണാതാവുന്നത്. ആയിഷയെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സെബാസ്റ്റിനെതിരെ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ആയിഷയുടെ തിരോധാനത്തിൽ സെബാസ്റ്റിന് പങ്കുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 9 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോഴും ആയിഷയ്ക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ ആയിഷ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും തിരോധാന കേസായി മാത്രമാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട മറ്റ് 2 സ്ത്രീകളുടെ തിരോധാന കേസാണ്. അതിൽ ജൈനമ്മയുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബിന്ദു പത്മനാഭനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സെമർപ്പിച്ചിട്ടുണ്ട്. 2002 ഇത്തരത്തിൽ ബിന്ദു പത്മനാഭൻ കാണാതാവുന്നത്. ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സെബാസ്റ്റിനെതിരെ പരാതി വരുന്നത്. ഈ കേസിൽ അന്വേഷണം നടക്കുകയാണ് ജൈനമ്മ, ആയിഷ എന്നീ സ്ത്രീകളുടെ കേസ് കൂടി സെബാസ്റ്റിനെതിരെ വരുന്നത്. പക്ഷെ അപ്പോഴും ബിന്ദു പത്മനാഭന്റെ കേസ് അവിടെ ഒരു ചോദ്യചിഹ്നമായി മാത്രം നിൽക്കുകയായിരുന്നു. ബിന്ദുവിന് എന്ത് സംഭവിച്ചു, ബിന്ദു എവിടെ പോയി എന്ന കാര്യത്തിൽ തന്നെ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് 2012 ആയിഷയുടെ കേസും 2024 ജൈനമ്മയുടെ കേസും കൂടി വരുന്നത്. ഇതിൽ ജൈനമ്മയുടെ കേസാണ് ആദ്യം ക്രൈംബ്രാഞ്ച് തെളിയിക്കുന്നത്. ഈ ഒരു സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രക്തക്കറയും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തുന്നത്. ഈ ശരീരാവശിഷ്ടങ്ങളുടെ DNA ഫലം ഇതുവരെ വന്നിട്ടില്ല. അത് ഏത് സ്ത്രീയുടേതാണെന്നുള്ള ഒരു നിഗമനമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ലഭിച്ച രക്തക്കറ ജൈനമ്മയുടേതാണെന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ആ ഒരു സ്ഥിരീകരണത്തിലാണ് ജൈനമ്മ കൊല്ലപ്പെട്ടു എന്നൊരു നിഗമനത്തിൽ പോലീസ് ക്രൈംബ്രാഞ്ച് എത്തിയത്. തുടർന്ന് ബിന്ദു പത്മനാഭനും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ആയിഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ള ഒരു ചോദ്യം. അതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിനാണ് ഇപ്പോൾ 9 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇനി ആയിഷ തിരോധന കേസും കൂടി തെളിയിക്കപ്പെട്ടാൽ സെബാസ്റ്റിനെതിരെ 3ാമത്തെ ഒരു കൊലപാതക കുറ്റം അല്ലെങ്കിൽ 3ാമത്തെ ഒരു കേസ് കൂടി വരും. ഇപ്പോൾ നിലവിൽ തിരോധാന കേസ് മാത്രമാണ് ആയിഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. പക്ഷേ അത് ഇനി കൊലപാതക കുറ്റമായി മാറുമോ എന്നുള്ളതൊക്കെ ഇനി ഈ ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ അന്വേഷണത്തിന് ഒടുവിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു 3 സ്ത്രീകളെ 2002, 2012, 2024 എന്നീ കാലഘട്ടങ്ങളിലായി കാണാതായ 3 സ്ത്രീകളെ കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഇതിൽ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഇയാൾ പണയം വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ജൈനമ്മയുടെ സ്വർണ്ണങ്ങൾ പണയം വെച്ചതും അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ ഈ ഒരു സ്വത്തുകളൊക്കെ തന്നെ മറ്റ് ആളുകളെ ഉപയോഗിച്ച് ഇയാളുടെ പേരിലേക്ക് മാറ്റിയതിൻ്റെയും ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ 2 സ്ത്രീകളുടെ തിരോധാനം കൊലപാതകമാണ് എന്നൊരു സ്ഥിരീകരണത്തിലോട്ട് പോലീസ് എത്തിയത്. എന്തായാലും നിലവിൽ 2 കൊലപാതകവും 1 തിരോധാനവുമാണ് സെബാസ്റ്റിന് മേലുള്ളത്. സെബാസ്റ്റിൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. അയാളെ കൂടുതൽ ഇനി അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു ആയിഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുള്ളൂ. കാർത്തു, രഞ്ജിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ആയിഷ കൊലപാതക കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം തന്നെ ഈ ഒരു ചേർത്തല തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആദ്യം വന്നത് ജൈനമ്മയുടെയാണ്. അതിനുശേഷമാണ് ബിന്ദു അടക്കമുള്ള സ്ത്രീകളുടെ തിരോധാന കേസുമായിട്ടുള്ള പരാതികൾ പുറത്തു വരുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് ജൈനമ്മയുടെയും അതുപോലെ തന്നെ ബിന്ദുവിന്റെയും കേസ് അന്വേഷിക്കുന്നത്. ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട 2 തിരോധാന കേസുമായി ബന്ധപ്പെട്ടും അന്വേഷണം ഇനി ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കാർത്തു, ഇതിൽ 2 തിരോധാനമല്ല 2 കൊലപാതക കേസാണ്. കഴിഞ്ഞ ദിവസം ബിന്ദു പത്മനാഭന്റെയും കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൊലപാതകമാണ് എന്ന സ്ഥിരീകരണത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുണ്ട്. ആയിഷയുടെ ആണ് നിലവിലെ ഒരു തിരോധാനമായി നിലനിൽക്കുന്നത്. ഈ 3 സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്നതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഇതിൽ ബിന്ദു പത്മനാഭന്റേത് ജൈനമ്മയുടേത് ഒരു ആരാധനാലയത്തിൽ വെച്ചുള്ള പരിചയമാണ് എന്നൊരു നിഗമനത്തിൽ
മേഖലയിലോട്ട് പോലീസ് എത്തിയിട്ടുണ്ട്. ബാക്കി 2 സ്ത്രീകളും എങ്ങനെയാണ് ഇയാളുമായി അടുത്തത് അല്ലെങ്കിൽ ഇയാളുമായി എങ്ങനെയാണ് ബന്ധം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇയാൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് ആരുമില്ലാത്ത അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊന്നും ഇല്ലാത്ത സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ അവരുമായി സൗഹൃദം സ്ഥാപിച്ച് അവരുടെ പണവും സ്വത്തും കൈക്കലാക്കുന്ന ഒരു രീതിയാണ് ഇയാൾക്കുള്ളത്. ഇതിൽ ബിന്ദുവിൻ്റെ ഇടപ്പള്ളിയിലെ ഭൂമി ഇയാളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ഇയാളെ സഹായിച്ച മറ്റു 2 സ്ത്രീകളെയും കൂടി പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിൽ ഒരാളെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിൽ ബിന്ദുവിൻ്റെ ഈ ഒരു സ്വത്ത് തൻ്റെ പേരിലേക്ക് സെബാസ്റ്റ്യൻ്റെ പേരിലേക്ക് മാറ്റാനായിട്ട് താൻ സഹായിച്ചു എന്നൊരു സ്ത്രീ മൊഴി നൽകിയിരിക്കുന്നത്. ഈ സ്ത്രീയും മറ്റൊരു സ്ത്രീയും ഇതിന് കൂട്ടുനിന്നിരുന്നു. ഇവർ 2 പേരിനെയും ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് നടക്കുന്നത്. അതിലേക്ക് കടന്നാൽ മാത്രമേ ബിന്ദുവിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ കൃത്യമായി ബിന്ദുവിന് എന്ത് സംഭവിച്ചു എന്നൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ജൈനമ്മയുടേത് കൊലപാതകം സ്ഥിരീകരിച്ചിരുന്നു. 2024 ജൈനമ്മയെ കാണാനാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും കത്തിക്കഴിഞ്ഞൊരു മൃതദേഹാവശിഷ്ടം ലഭിച്ചിരുന്നു. പക്ഷേ അത് ആരുടേതാണെന്നൊരു വ്യക്തത വന്നിട്ടില്ല. അതിൻ്റെ DNA പരിശോധന ഫലമൊന്നും പുറത്തു വന്നിട്ടില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ രക്തക്കറയൊക്കെ കണ്ടെത്തിയത്. ഈ ഒരു വീട് ഏകദേശം 2 ഏക്കറോളം വരുന്നൊരു വലിയൊരു പറമ്പാണ്. ആ പറമ്പിന് ഒത്ത നടുക്കിലാണ് ഈ ഒരു വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിലെ അന്വേഷണത്തെ സമയത്ത് JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങളും മറ്റ് യന്ത്രങ്ങളൊക്കെ എത്തിച്ചായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. തുടർന്ന് റഡാർ പരിശോധന നടത്തിയതിൽ നിന്നാണ് ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. ആ മൃതദേഹാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ DNA പരിശോധന ഫലം വന്നാൽ മാത്രമേ ഏത് സ്ത്രീയുടേതാണെന്നുള്ള ഒരു നിഗമനത്തിലോട്ടൊക്കെ എത്തുകയുള്ളൂ. പക്ഷേ ഈ ഒരു വീടിനകത്തെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്നൊരു സ്ഥിരീകരണം പോലീസ് നടത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലോട്ട് ക്രൈംബ്രാഞ്ച് ഒക്കെ എത്തിയത്. എന്തായാലും ആദ്യത്തെ കേസ് ബിന്ദു പത്മനാഭൻ്റേത് തന്നെയാണ്. 2002 ബിന്ദു പത്മനാഭൻ ഇത്തരത്തിൽ കാണാതാകുന്നത്. ഇവർ ഒറ്റയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഈ സഹോദരനുമായിട്ടൊക്കെ തന്നെ അത്ര യോജിപ്പില്ലാതെ താമസിച്ച് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരൻ നൽകിയ പരാതിയിലാണ് ബിന്ദുവിൻ്റെ തിരോധാനം അന്വേഷിച്ചു വരുന്നത്. പക്ഷേ ബിന്ദുവിൻ്റെ തിരോധാനത്തിൽ അന്ന് നടത്തിയ അന്വേഷണത്തിൽ യാതൊരു വ്യക്തതയോ അല്ലെങ്കിൽ മറ്റൊന്നും കണ്ടെത്താൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ജൈനമ്മയുടെയും ആയിഷയുടെയും കേസ് വരുന്നത്. ഈ 3 കേസും നിലവിൽ അന്വേഷിച്ചു വരികയാണ്. ഈ ജൈനമ്മയുടെ കൊലപാതകവും ബിന്ദുവിൻ്റെ കൊലപാതകവും പോലീസും ക്രൈംബ്രാഞ്ചും ഉറപ്പിക്കുന്നത്. ഇനി ആയിഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ആയിഷയും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു നിഗമനം കൂടി എന്തായാലും പോലീസിനുണ്ട്. എന്തായാലും നിലവിൽ ആ ഒരു അന്വേഷണം നടക്കുകയാണ്. അത് ഇനിയിപ്പോൾ ഈ ഒരു 9 അംഗ സംഘം അന്വേഷിച്ച് അതിനുശേഷമായിരിക്കും അതിലൊരു വ്യക്തത വരിക. ജൈനമ്മയുടെയും ബിന്ദുവിൻ്റെയും കൊലപാതകം ഉറപ്പിച്ചിരിക്കുന്നു. ബിന്ദുവിൻ്റെ മരണം അല്ലെങ്കിൽ തിരോധാനം കൊലപാതകമാണ് എന്ന ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ട്. ജൈനമ്മയുടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു കൊലപാതകമാണ് എന്ന വ്യക്തത ക്രൈംബ്രാഞ്ചിന് വന്നിട്ടുണ്ട്. ഇനി ആയിഷയുടെ തിരോധാനം മാത്രമാണ് നിലവിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ആയിഷയ്ക്കും എന്ത് സംഭവിച്ചു എന്ന വ്യക്തത വന്നാൽ സെബാസ്റ്റിനെതിരെ 3 കൊലപാതക കുറ്റങ്ങളാണ് ചുമത്താൻ പോകുന്നത്. എന്തായാലും ഈ ഒരു പ്രതി ഇത്തരത്തിൽ സ്ത്രീകളുമായി അടുത്ത് അവരുടെ സ്വത്തും പണവും കൈക്കലാക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണെന്നാണ് ക്രൈംബ്രാഞ്ചിനെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ഈ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇയാൾ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചുമായി യാതൊരു സഹകരണവും ഇല്ലാതെയായിരുന്നു അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ തുടർന്ന് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ജൈനമ്മയുടെയും ബിന്ദുവിൻ്റെയും കൊലപാതക വിവരമൊക്കെ തന്നെ പുറത്തു വരുന്നത്. എന്തായാലും ആയിഷയുടെ തിരോധാനമാണ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കാർത്തു, ശരി. ആലപ്പുഴ ചേർത്തല ആയിഷ തിരോധാന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. കേസിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമായതോടെയാണ് ചേർത്തല SHOയുടെ നേതൃത്വത്തിൽ 9 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിനുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്. ആയിഷ തിരോധാന കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. രജുൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.